സ്കിലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്ററായ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ്. കഴിഞ്ഞ ചാപ്റ്റർ പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ചാപ്റ്ററിലെ പുതിയൊരു പോർഷനിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോകാം. ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് എന്താണ് ഗ്യാപ് അഥവാ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് ഗ്യാപ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ബിസിനസിന്റെ അകത്തുള്ള ട്രാൻസാക്ഷനുകൾ എങ്ങനെ റെക്കോർഡ് ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നെല്ലാം പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഏതെന്ന് പറയുന്നത് ഗ്യാപ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ബിസിനസിന്റെ അകത്ത് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയുന്ന അക്കൗണ്ടിങ് ഫേമുകൾക്കെല്ലാം തന്നെ ഒരേ രീതിയിലുള്ള ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്യാപ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൊണ്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ പ്രധാനമായിട്ടും എത്ര എണ്ണം, ഈ ബേസിക് പ്രിൻസിപ്പിൾ പ്രധാനമായിട്ടും 13 ടൈപ്പുകളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യം പറയുന്നത് എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ് എന്താണ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ പറഞ്ഞതാണ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സും ഓണറും രണ്ട് വ്യക്തികളായിട്ടാണ് എന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അത് നിയമപരമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയും അതുപോലെ തന്നെ അതിനൊരു കോമൺ സീലും ഉണ്ടായിരിക്കുന്നതാണ്. എന്താണ് മക്കളെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനിക്കെതിരെയും അതുപോലെ തന്നെ കമ്പനിക്ക് നമുക്കെതിരെയും കേസ് ഫയൽ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് അതിനെ ഒരു ആർട്ടിഫിഷ്യൽ വ്യക്തിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരേ ഒരു കാര്യം പറഞ്ഞതാണ്. എന്താണ് ബിസിനസിന്റെ അകത്ത് പണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസിന്റെ ആക്ടിവിറ്റീസുകൾ ഫ്യൂച്ചറിലും നന്നായിട്ട് പോകും, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത് ഭാവിയിലും അത് നന്നായിട്ട് പോകും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിന്റെ അകത്ത് എന്താണ്, ഒരു ബിസിനസിന്റെ അകത്ത് ലാഭമാണോ നഷ്ടമായോ എന്ന് കണ്ടുപിടിക്കുന്നത് ഒരു പ്രത്യേകം കാലയളവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറയുമ്പോൾ നോർമലി ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ പറയുകയാണെങ്കിൽ 2026 ഏപ്രിൽ 1 മുതൽ 2027 മാർച്ച് 31 വരെയാണ് ഏതെന്ന് പറയുന്നത് ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ എന്ത് ചെയ്തു, ബിസിനസിന് ലാഭമാണോ നഷ്ടമായോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ. ഈ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 2026 ഏപ്രിൽ 1 മുതൽ 2027 മാർച്ച് 31 വരെ നടക്കുന്ന ട്രാൻസാക്ഷനുകൾ, ഇടപാടുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അടുത്ത പറയാൻ പോകുന്നത് എന്താണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. എന്താണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ്സിന് 2 വശങ്ങളാണ് ഉള്ളത്. ഏതാണ് 2 വശങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റും അതുപോലെ തന്നെ ക്രെഡിറ്റ് ആസ്പെക്റ്റും. അപ്പോൾ ഞാൻ ആദ്യമേ ഒന്നുകൂടെ പറയുകയാണ്, ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവണം 2 ആസ്പെക്റ്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് അത് പറയുന്നത്? ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്, അഥവാ അതിന് റിസീവിങ് ആസ്പെക്ട് ആൻഡ് ഗീവിങ് ആസ്പെക്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡെബിറ്റ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മുടെ കയ്യിലോട്ട് വരുന്നതിനെ ഡെബിറ്റ് എന്നും കയ്യിൽ നിന്ന് പോകുന്നതിനെ ക്രെഡിറ്റ് എന്നും നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അഥവാ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എത്ര രൂപ ചെലവായി എന്ന് പറയുമ്പോൾ, എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ബിൽഡിങ് 2 വർഷം മുമ്പേ മേടിച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു, 2 വർഷം മുമ്പേ ഒരു ബിൽഡിങ് മേടിച്ചത് 10 ലക്ഷം രൂപയ്ക്കാണെന്ന് പറയുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ ബിൽഡിങ്ങിന് വില കൂടി. പക്ഷേ നമ്മൾ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ
എന്ത് ചെയ്യുന്നത്, നമ്മൾ എൻ്റർ ചെയ്യുന്നത് എത്ര രൂപയായി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ അല്ല നമ്മൾ എഴുതുന്നത്. പിന്നെ നമ്മൾ എത്ര രൂപയ്ക്കാണോ ആ ഒരു ബിൽഡിംഗ് മേടിച്ചത്, ഇപ്പൊ 10 ലക്ഷം രൂപയ്ക്കാണോ നമ്മൾ ആ ബിൽഡിംഗ് മേടിച്ചതെങ്കിൽ ഇപ്പോൾ ആ ബിൽഡിങ്ങിന് 12 ലക്ഷം രൂപ ഉണ്ടെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എത്ര മാത്രമായിരിക്കും, 10 ലക്ഷം ആയിരിക്കും. അതുപോലെ തന്നെ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഒരു ബിൽഡിംഗ് മേടിച്ചു, ഇപ്പോൾ അത് 8 ലക്ഷം രൂപയുള്ളൂ, എങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്ത് തന്നെയായിരിക്കും, 10 ലക്ഷം രൂപ തന്നെയായിരിക്കും. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഒരു അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ എത്രത്തോളം റവന്യൂ ആണ് ഏൺ ചെയ്യുന്നത്. ഞാൻ റവന്യൂ എന്താണെന്ന് വ്യക്തമായിട്ട് തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്. ആർക്കെങ്കിലും അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ പോർഷൻ എന്ത് ചെയ്യാനാണ് നോക്കാവുന്നതാണ്. അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കാലയളവിൽ എത്രത്തോളം റവന്യൂ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്തത് എന്ന് റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ റവന്യൂ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്, റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബിസിനസിന്റെ അകത്ത് ഉണ്ടായ ലോസ്, എത്ര രൂപ ലോസ് ഉണ്ടായി, അതുപോലെ തന്നെ എത്ര രൂപ റവന്യൂ ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്ര രൂപയുടെ എക്സ്പെൻസ് ഉണ്ടായി നമുക്ക് പറയാം. ലോസും നിങ്ങൾ എന്ത് ചെയ്യുക, ലോസ് വിട്ടേക്കുക. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഒരു ബിസിനസിന്റെ അകത്ത് എത്ര രൂപയുടെ ചെലവ് സംഭവിച്ചു, എത്ര രൂപയുടെ ചെലവ് സംഭവിച്ചു, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ചെലവ് സംഭവിച്ചു, അതുപോലെ തന്നെ എത്ര രൂപയുടെ റവന്യൂ ഉണ്ടായി. അപ്പൊ ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കും മക്കളെ, കമ്പയർ ചെയ്ത് നോക്കും, താരതമ്യം ചെയ്ത് നോക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അത് പ്രോഫിറ്റ് ആണോ അഥവാ ലോസ് ആണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. എന്താണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു പണമിടപാടിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം സെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു സാധനം വാങ്ങുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു എന്ന് തന്നെ വിചാരിക്കാം. വിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, നമ്മൾ എന്ത് ചരിക്കണം, ആ ഒരു ഫാക്ടിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം. അല്ലാതെ ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചോണ്ട് നമ്മൾ എന്ത് ചെയ്ത്, എക്സാമ്പിൾ പറയുന്നത്, നമ്മളിപ്പോ ഒരു കാറ് വിൽക്കുമ്പോൾ ആ കാറിന്റെ കണ്ടീഷൻ എന്താണ്, അതിന് എത്ര വരെ ഇൻഷുറൻസ് ഉണ്ട്, അതിന് എന്തെങ്കിലും പോരായ്മയുണ്ടോ, അതെല്ലാം പറഞ്ഞു മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ആ സാധനം വിൽക്കാനായിട്ട് പാടുള്ളൂ എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പോർഷനിലേക്ക് പോകുന്നത് എന്താണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. കൺസിസ്റ്റൻസി മീൻസ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ സ്റ്റെഡ്ലൈനസ് എന്നൊക്കെ പറയാം. എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരത ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം, അത് ജീവിതത്തിലായിക്കോട്ടെ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് സ്ഥിരത ഉണ്ടായിരിക്കണം. അല്ലാതെ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപേക്ഷിച്ചിട്ട് പോകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അക്കൗണ്ടിങ്ങിലും പറയുന്നത്. നമ്മളൊരു ബിസിനസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണോ ആ ഒരു റൂള് തന്നെ മുന്നോട്ടേക്ക് പോകണം. അല്ലാതെ ഓരോ തവണയും എന്ത് ചെയ്യാൻ പാടില്ല, ഓരോരോ പ്രാക്ടീസുകൾ കൊണ്ടുവന്ന അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ എല്ലാവർക്കും അത് നോക്കുന്ന യൂസേഴ്സിനൊക്കെ എല്ലാം മുഷിപ്പാണ്. ഇപ്പൊ ഒരാൾ നമുക്കൊരു വാക്ക് തന്ന് ആ വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണേ പിന്നെ നമുക്ക് അയാളോട് എന്തെങ്കിലും ഇഷ്ടമോ ഒരു വിശ്വാസമോ തോന്നോ ഇല്ല. അതാണ് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അല്ലാതെ ഓരോ സമയത്ത് ഓരോ സ്വഭാവം എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ഓരോ പോളിസികൾ കൊണ്ടുവരാൻ പാടില്ല. അടുത്ത പറയാൻ പോകുന്നത് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ അഥവാ പ്രൂഡൻസ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആന്റിസിപ്പേറ്റഡ് ലോസ്. എന്താണ് ആന്റിസിപ്പേറ്റഡ് ലോസ്? അവിടെ ഈ ഒരു അക്കൗണ്ടിങ് ഒരു കൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസിന്റെ അകത്ത് എത്ര രൂപയുടെ എന്താണ് ലോസ് മാത്രം, നഷ്ടം മാത്രം ഉണ്ടാകും എന്ന് നമ്മൾ എന്ത് ചെയ്യും, കണക്കാക്കും. ഭാവിയിൽ എത്ര രൂപയുടെ നഷ്ടം സംഭവിച്ചേക്കാം, അല്ലാതെ ഭാവിയിൽ എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതല്ല, ഭാവിയിൽ എത്രത്തോളം ലോസ് നഷ്ടം സംഭവിക്കാം എന്ന് കാണുന്നതാണ് ഏതെന്ന് പറയുന്നത് കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയൽ ഫാക്ട്സ് ആണെന്നാണ് പറയുന്നത്. എന്താണ് മെറ്റീരിയൽ ഫാക്ട്സ്? മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ ആവട്ടെ, പെൻസിൽ ആവട്ടെ, സ്കെയിൽ, പെൻ, ഇങ്ങനെയുള്ള ഇതൊന്നും ഒരു അസറ്റ് അല്ല. ഇതെല്ലാം നോർമലായിട്ട് നമുക്ക് സംഭവിക്കുന്ന എക്സ്പെൻസുകളാണ്. ഇതിനെല്ലാം എന്താണ് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽ ഫാക്ട്സ് കാണിച്ചിരിക്കണം. ഇപ്പൊ ഞാൻ ഒരു സാധനം മേടിച്ചു എന്ന് പറയുന്നു, ആ സാധനം ഇപ്പൊ ഞാൻ ഈ പേന മേടിച്ചു എന്ന് പറയുന്നു, എന്റെ ബില്ലെല്ലാം ഉണ്ട്, പക്ഷെ പേനയില്ല. അപ്പൊ അത് വേറെ ആരോ മേടിച്ച ബില്ല് നമ്മൾ അടിച്ചുകൊണ്ട് വന്നേ നല്ലതേ വിചാരിക്കുന്ന. അപ്പൊ മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ മേടിച്ചത് ആ മേടിച്ച സാധനം നമ്മളിൽ എന്ത് ചെയ്യണം, നമ്മളിൽ കാണിക്കാനായിട്ട് കാണണം.
അതാണ് ഏത് മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പറയാൻ പോകുന്നത് ലാസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് പറയുന്നത് വെരിഫയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്ടിവിറ്റി വെരിഫയബിലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് ഡേറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. ഒന്ന് വെരിഫയബിളും അതുപോലെ തന്നെ ഡിപ്പെൻഡബിളും ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിൽ ഒരു കാര്യം മേടിച്ചു എന്ന് പറയുമ്പോൾ ആ കാര്യം മേടിച്ചു എന്ന് കാണിക്കാനായിട്ടുള്ള റെക്കോർഡ്സ് അല്ലെങ്കിൽ ബില്ല്, വൗച്ചർ, ഈ വക കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്തിരിക്കണം, ഉണ്ടായിരിക്കണം. ഇതോടുകൂടി കൺസെപ്റ്റ് ഏതിരിക്കുന്നു, നമ്മുടെ പ്രിൻസിപ്പിൾസ് 30 പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്നാണ് പറയുന്നത്. ഡബിൾ എൻട്രി അഥവാ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം പറയാം. ഡ്യുവൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞതാണ്. ഡ്യുവൽ എന്ന് പറയുമ്പോൾ രണ്ട് വശം, ഒന്ന് ഡെബിറ്റും ക്രെഡിറ്റും. ഡെബിറ്റ് ഗോഡ് കംസ് ഇൻ, ക്രെഡിറ്റ് ഗോഡ് ഗോസ് ഔട്ട്. ഇത് നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്താണ് പറഞ്ഞതാണ്. ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഡബിൾ എൻട്രി സിസ്റ്റം പറയുമ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ എന്ത് ചെയ്യുന്നു, കാണിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പർച്ചേസ് ചെയ്തു, ഒരു സാധനം പർച്ചേസ് ചെയ്തു, നമ്മൾ അതിന്റെ എൻട്രി പറയുന്നത്, എൻട്രി എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ എന്താണ് എൻട്രി, ജേണൽ എൻട്രി, എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, പഠിക്കുന്നതായിരിക്കും. നമ്മൾ പറയാൻ പോകുന്നത് ജേണൽ എൻട്രി എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്ന് പറയുമ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ക്യാഷ് എന്നാണ് അതിന്റെ ജേണൽ എൻട്രി വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു പർച്ചേസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, നമ്മൾ പർച്ചേസും കാണിക്കും എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്തതെന്നും എഴുതും. നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ ഇത്ര രൂപ പോയി എന്ന് നമ്മൾ കാണിക്കും. അപ്പോ രണ്ട് സൈഡിലും തുല്യമായിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഒരേപോലെ കാണിക്കുന്നു. എന്ത് കയ്യിലോട്ട് വന്നോ എന്ത് കയ്യിൽ നിന്ന് പോയി എന്ന് നമ്മൾ എന്തിയോടെ കാണിക്കും. ഇതാണ് ഒരു പ്രോപ്പർലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഏതെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ എന്ന്, അല്ലെങ്കിൽ നമ്മളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ് പറയുന്നത്. എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്? ഇത് ഒരു കോമ്പാക്റ്റബിൾ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ടെക്നിക്ക് അല്ല. ജസ്റ്റ് ഇതെന്ന് പറയുന്നത് സിംപിളി പറഞ്ഞൊരു പണ്ടത്തെ ടെക്നിക്കാണ്. എന്താണ് ഒരു സൈഡ് ആസ്പെക്ട്സ് മാത്രമേ എന്ത് ചെയ്തോ, നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതാണ് ഏത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ പേഴ്സണൽ അക്കൗണ്ട് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലാതെ എല്ലാ അക്കൗണ്ട്സും എന്ത് ചെയ്തില്ല, മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. ഇനി നമ്മൾ പറയുന്നത് ഒരു അക്കൗണ്ടിന്റെ ബേസിക്സ് ആണ് പറയുന്നത്. അതിൽ ഒന്നാണ് ക്യാഷ് ബേസിസും ഉണ്ട്, രണ്ടാമത്തേന്ന് പറയുന്നത് അക്രൂവൽ ബേസിസും ഉണ്ട്. എന്താണ് ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞാൽ? ക്യാഷ് ബേസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര രൂപ, നമ്മൾ സാധനം വിൽക്കുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി, ഞാനിപ്പോ നിങ്ങൾക്ക് 100 രൂപയുടെ സാധനം വിറ്റു, നിങ്ങൾ ആ പൈസ എന്ന് എനിക്ക് തരുന്നോ അന്ന് ഞാൻ എന്ത് ചെയ്യും, 100 രൂപ കിട്ടിയെന്ന് എന്ത് ചെയ്യും. അതാണ് ഏതെന്ന് പറയുന്നത്, ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ? അല്ലാതെ ഞാനിപ്പോ നിങ്ങൾക്ക് തന്നത് എന്താണ്, ജനുവരി 19 തന്നു എന്ന് പറയുന്നു. ജനുവരി 19 ഞാൻ നിങ്ങൾക്ക് സാധനം തന്നു, ജനുവരി 20 നിങ്ങൾ എനിക്ക് പൈസ തന്നത്. അപ്പൊ ഞാൻ എന്ന് റെക്കോർഡ് ചെയ്യും, ജനുവരി 20 റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ 19 നമ്മൾ എന്ത് ചെയ്യത്തില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. നമുക്ക് പൈസ എന്ന് കിട്ടിയോ അന്നേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. എന്താണ് അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ? അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, നമ്മൾ ഈ ട്രാൻസാക്ഷൻ എല്ലാം നടത്തി എല്ലാം ചെയ്തു. എന്താണ് പറയുന്നത്, അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് എന്ന് പൈസ കിട്ടിയെന്നല്ല, നമ്മൾ എന്ന് ആ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു, ഏർപ്പെട്ടു എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 19 നമ്മൾ ബിസിനസ്സിൽ ഏർപ്പെട്ടു, 20 പൈസ കിട്ടി. പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യും എന്ന് തന്നെ ചെയ്യും, 19 തന്നെ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഇടപാട് നടന്നു എന്ന് തന്നെ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. അടുത്ത പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ the uniform, definite and usually accepted accounting rules developed by International Accounting Standard Committee known as Accounting Standard. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഗ്യാപ്പ് പോലെയൊക്കെ തന്നെയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്, ലോകം മുഴുവൻ അംഗീകരിച്ച കുറച്ച് അക്കൗണ്ടിങ് റൂൾസ് ഉണ്ട്. എന്തിനാണ്, ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, എല്ലാവരും ഒരേ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് റൂൾസുകൾ. അപ്പൊ അതിനാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ബൈ റിമൂവിംഗ് ദി എഫക്ട് ഓഫ് ഡൈവേഴ്സ് അക്കൗണ്ടിംഗ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവർക്ക് തോന്നുന്ന രീതിയിലുള്ള അക്കൗണ്ടിംഗ് മെത്തേഡ് കൊണ്ടുവരാതിരിക്കാനാണ് അവർ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത്. അതിൽ നമ്മൾ ആദ്യം
അപ്പോൾ എന്തിനാണ് ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ബെനിഫിറ്റ് ആണ് പറയുന്നത്? നേരത്തെ പറഞ്ഞ കാര്യം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കമ്പയർ ചെയ്യുക പല പല കമ്പനീസിന്റെ. അതെങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്, ഒരേ പല പല കമ്പനീസുകൾ ഒരേ അക്കൗണ്ടിങ് പ്രാക്ടീസ് ആണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരേ അക്കൗണ്ടിങ് പോളിസീസുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ട്രാൻസാക്ഷനുകൾ, ഇടപാടുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അവരെക്കാൾ നമുക്കാണോ പൈസ കൂടുതൽ, ക്യാപിറ്റൽ കൂടുതൽ, അതോ ക്യാപിറ്റൽ കുറവാണോ, അതോ പർച്ചേസ് കൂടുതലാണോ, പർച്ചേസ് കുറവാണോ, സെയിൽ കൂടുതലാണോ, പ്രോഫിറ്റ് കൂടുതലാണോ എന്നെല്ലാം കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നമ്മളിനി പറയേണ്ട ഒരു മെയിൻ പോയിന്റിൽ വരുന്നതാണ് IFRS എന്ന് പറയുന്നത്. IFRS ഇത് തന്നെ എന്താണ്, ഒരു ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് തന്നെയാണ് എന്ത്, ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള. ഇത് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പോലെ തന്നെ എന്താണ്, ഒരു കൂട്ടം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ചേരുന്നത് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ട്, ഒരു ബിസിനസ് ട്രാൻസാക്ഷനോ ഈവൻസുകളും ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് IFRS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്താണ് GST എന്ന് പറഞ്ഞാൽ. എന്താണ് GST എന്ന് പറഞ്ഞാൽ? എന്താണ് GST എന്ന് പറഞ്ഞാൽ? GST 2017 ജൂലൈ 1 എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ഇതിന്റെ മോട്ടോ, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, വൺ നേഷൻ വൺ ടാക്സ് എന്നാണ് പറയുന്നത്. എന്താണ് വൺ നേഷൻ വൺ ടാക്സ് എന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തിന് ഒരു ടാക്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എന്ന് പറയുമ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് എന്താണ് പറയുന്നത്, ഒരേ സാധനത്തിന് ഒരുപാട് ടാക്സ് നമ്മൾ അടച്ചിരുന്നു. നേരത്തെ GST മുമ്പായിട്ട് വാറ്റ് എന്ന് പറയും, വാല്യൂ ആഡഡ് ടാക്സ് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഈ വാറ്റിനെയൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സാധനത്തിന് പല പല ടാക്സ് ഓരോരുത്തരുടെ കയ്യിലെത്തുമ്പോൾ അവർ പിന്നെയും ടാക്സ് അടച്ചിരുന്നു. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഗ്ലോബലി എല്ലാത്തിനും എന്ത് ചെയ്യുക, ഒരു ടാക്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് GST കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കുറച്ച് കമ്പണൻസ് നമ്മൾ പറയാനുള്ളതാണ്. ഒന്ന് CGST, SGST, IGST എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് CGST. CGST എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾക്ക് എന്ത് ചെയ്യുന്ന, സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ്, അതിനെയാണെന്ന് പറയുന്നത് CGST. SGST എന്ന് പറയുമ്പോൾ ആർക്കടയ്ക്കുന്ന പൈസ, സ്റ്റേറ്റ് ഗവൺമെന്റ് അടയ്ക്കുന്ന പൈസ. എന്നാൽ IGST എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുന്ന പൈസ. അത് എങ്ങനെ പാർട്ടീഷൻ ചെയ്തു എന്ന് അല്ലെങ്കിൽ എങ്ങനെ പാർട്ടീഷൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു കമ്പനി കേരളത്തിൽ നിൽക്കുന്നത്, അതുപോലെ ഒരു കമ്പനി തമിഴ്നാട്ടിൽ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള രണ്ട് കമ്പനികൾ തമ്മിൽ ഇടപാടിൽ ഏർപ്പെടുമ്പോഴാണ് ആരുടെ ആവശ്യം ഇവിടെ വരുന്നത്, IGSTയുടെ ആവശ്യം നിലവിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത GSTയുടെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. എന്താണ്, വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ്, ഒരു ഫൈനൽ ടാക്സ് കസ്റ്റമർ പേ ചെയ്യുക. അല്ലാതെ ഒരുപാട് പല പല ടാക്സ് അടയ്ക്കുന്നതിന് പകരം ഒറ്റ ടാക്സ് ആക്കുക, അല്ലെങ്കിൽ അതിനൊരു ഫൈനൽ ടാക്സ് കസ്റ്റമർ എന്ത് ചെയ്യുന്നു, പേ ചെയ്യുന്നു എന്നുള്ള രീതിയിലാക്കുക. ഈ CGST, SGST, IGST എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ എന്താണ്, മ്യൂച്വലി എഗ്രീഡ് ചെയ്തിട്ടുള്ള ഇതാണ്, ഒരു ടാക്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോ ഇത്രയും പറഞ്ഞത് കൊണ്ട് എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തറവായിട്ട് ഒന്നും കൂടെ നോക്കുക, മനസ്സിലാക്കുക, നല്ലപോലെ പഠിക്കുക. അടുത്തൊരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയും കാണാവുന്നതാണ്. ഓക്കെ, ബൈ.